വെടിനിർത്തൽ പ്രഖ്യാപനം അവസാനിച്ചതിന് ശേഷം കുവൈറ്റ് അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. കുവൈറ്റിൽ വടക്കൻ അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാഖിൽ നിന്നുള്ള 2 സ്ഫോടക വസ്തു ഡ്രോണുകളാണ് കുവൈറ്റ് അതിർത്തിയെ ലക്ഷ്യമിട്ടെത്തിയത്. വെടിനിർത്തൽ പ്രഖ്യാപനം അവസാനിച്ചതിന് ശേഷം കുവൈറ്റ് അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. കുവൈറ്റിൽ വടക്കൻ അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഔദ്യോഗികമായും സ്ഥിരീകരിച്ചത്. ഇറാഖിൽ നിന്നുള്ള 2 സ്ഫോടന വസ്തു ഡ്രോണുകളാണ് കുവൈറ്റ് അതിർത്തിയെ ലക്ഷ്യമിട്ടെത്തിയത്. ഈ നീക്കത്തെ ഒരു ക്രിമിനൽ ആക്രമണമായി കാണുന്നതായാണ് കുവൈറ്റ് സൈന്യവും വ്യക്തമാക്കിയത്. ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. എങ്കിൽ പോലും ആളഭയമില്ല എന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച 2 ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡഡ് ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തിയത്. പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ സൗദ് അബ്ദുൽ അസീസ് അൽ ഒദൈബിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളും അറിയിച്ചത്. സാധാരണ ഡ്രോണുകളേക്കാൾ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇത് എത്തിയത്. ഇറാഖ് അതിർത്തിയിൽ നിന്നാണ് ഡ്രോണുകൾ എത്തിയതെന്ന് സൈന്യം കൃത്യമായി തന്നെ കണ്ടെത്തി. വടക്കൻ അതിർത്തിയിലെ സുരക്ഷാ പോസ്റ്റുകളിലാണ് ഡ്രോണുകൾ ചെന്ന് പതിച്ചത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായതും. അതിനാൽ ആക്രമണം നടന്ന ഉടൻ തന്നെ കുവൈറ്റ് സുരക്ഷാ സേന സ്ഥലത്തെത്തി ആവശ്യമായ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചു. സമീപകാലത്ത് നടന്ന മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ ഭാഗമാണോ ഈ ആക്രമണം എന്ന സംശയമാണ് ഉയരുന്നത്. എന്നാൽ ഗൈഡഡ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം വരാനിരിക്കുന്ന വലിയ ഭീഷണികളുടെ സൂചനയാണോ എന്നും ഗൾഫ് രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ കുവൈറ്റിലെ സാധാരണ ജനങ്ങൾക്കും പ്രവാസികൾക്കും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇതുകൂടാതെ സംബന്ധിച്ച വ്യാജ വാർത്തകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രവാസികൾ ഔദ്യോഗിക വാർത്തകൾ മാത്രം വിശ്വസിക്കണം. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈന്യം സജ്ജമാണെന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ കുവൈറ്റ് തയ്യാറാണെന്നും പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.